അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇശാ മഗ്രിബിൻ്റെ സമയമെന്നുള്ളത് പ്രധാനപ്പെട്ട സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, വളരെ ഗൗരവത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ഒരു 5 കാര്യങ്ങൾ ഒരിക്കലും നാം ചെയ്തു പോകരുത്. ഇത് നമ്മുടെ ഭാഗത്ത് വന്നാൽ തീർച്ചയായും നമ്മുടെ പരാജയത്തിനും എന്നും നമ്മുടെ വീട്ടിൽ രോഗികളാകാനും എപ്പോഴും സാമ്പത്തിക പ്രയാസം ഉണ്ടാകാനും ദാരിദ്ര്യമുണ്ടാകാനും പരസ്പരം സ്നേഹബന്ധമില്ലാതെയാകാനും പരസ്പരം വീട്ടിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വെറുപ്പും അറുപ്പും ഉണ്ടാകാനൊക്കെ ഇത് കാരണമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ആദ്യം ഒരു ലൈക്ക് അടിച്ച് തന്നെ കാണുക. കാരണം മറ്റുള്ളവർക്ക് ഇത് ഏറെ ഉപകാരമാകും. അതുപോലെ തൻ്റെ കുടുംബം, ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ അവരും ഇത് ഒഴിവാക്കിയാൽ നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും, അവരുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് നാം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും നല്ലതാണ്. അതിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം പുറത്തു വിടാൻ പാടില്ല. ഇത് നിസ്സാരമായി കാണില്ല. മുത്ത് റസൂൽ പഠിപ്പിച്ചതാണ്, ഗൗരവമുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വാപ്പൻ്റെ അനിയൻ, ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വീട്, അല്ലെങ്കിൽ തറവാട് വീട് ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കാം. നിങ്ങളതൊക്കെ നിസ്സാരമായി കാണുന്നുണ്ടാവും. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒരിക്കൽ തറവാട്ട് വീട്ടിലേക്ക്, ഒരിക്കൽ നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാകും. അത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. അത് ഭാവിയിൽ കുട്ടികൾ നന്നായി ബാധിക്കും. അങ്ങനെ പല രോഗത്തിന് കുട്ടികൾ അടിമയാൽ പിന്നെ സാമ്പത്തികമായി വലിയ പ്രയാസം വീട്ടിലുണ്ടാകും. കുട്ടികൾക്ക് ഉമ്മയോടുള്ള സ്നേഹവും അനുസരണയ്ക്ക് ഇടയ്ക്കിതുണ്ടാക്കും. ശൈത്താൻ ബാധ അവരെ ഏൽക്കാൻ അത് സാധ്യമാകും. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ പൊന്നുമക്കളെ പൊന്നുപോലെ ആ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലിരുത്തണം. അവരങ്ങോട്ടും ഇങ്ങോട്ട് അലഞ്ഞു തിരിക്കാൻ ആ സമയത്ത് ഒരിക്കലും നാം അനുവദിക്കരുത്. അനുവദിച്ചാൽ തീർച്ചയായും ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പൊന്നുമക്കൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഒന്നാമത് അതാണ്. രണ്ടാമത്, നമ്മുടെ വീട്ടിൽ കോഴിയോ അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ പശുവോ അല്ലെങ്കിൽ മറ്റു വളർത്തു മൃഗങ്ങളുണ്ടാവുമല്ലോ. വളർത്തു മൃഗങ്ങൾ നല്ലതാണ്. വീട്ടിന് ബർക്കത്താണ്. കോഴി, ആട് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ആ വീട്ടിൽ വളർത്താൻ സൗകര്യമുള്ളവർ, വിശാലമായ സ്ഥല സൗകര്യങ്ങളുണ്ടെങ്കിൽ വളർത്തണം. അത് നല്ലതാണ്. സിഹിർ, കണ്ണേറ് പോലെയൊക്കെ ആ വീട്ടിലേക്ക് ബാധിക്കാതിരിക്കാൻ കോഴികളൊക്കെ വീട്ടിൽ നല്ലതാണ്. അതിൽ വെളുത്ത പൂവൻ കോഴിയാണെങ്കിൽ പിന്നെയും നല്ലതാണ് എന്ന് നമുക്ക് ഇതിൻ്റെ മുമ്പ് വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അതിലോട്ട് പ്രവേശിക്കുന്നില്ല. അപ്പം നാം വളർത്തു മൃഗങ്ങളെപ്പോലും ഈ മഗ്രിബിൻ്റെ മുമ്പായി തന്നെ വീട്ടിലേക്ക്, അതിൻ്റെ കൂട്ടിലേക്ക് നാം അതിനെ കൊണ്ടുവന്ന് അത് കൂട്ടണം. കാരണം അതിനെ നിസ്സാരമായി കാണരുത്. വളർത്തു മൃഗങ്ങളെ വരെ പിശാച് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ വളർത്തു മൃഗം നാം വീട്ടിലേക്ക് കൊണ്ടുവരണം. കാരണം ഇത് നാം ചെയ്യുമ്പോൾ നമുക്ക് മുത്ത് റസൂൽ പഠിപ്പിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൻ്റെതായ നേട്ടങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം മൂന്നാമതായി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് മഗ്രിബ് ഇശാൻ്റെ സമയത്ത് വാതിൽ അടക്കുക എന്നുള്ളതാണ്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന് ചൊല്ലിക്കൊണ്ട് വാതിലടക്കണം. മഗ്രിബിൻ്റെ സമയത്ത് വാതിലടക്കണം ബിസ്മി ചൊല്ലിക്കൊണ്ട്. കാരണം ശൈത്താൻ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. നമ്മുടെ വീട്ടിൽ പല രോഗങ്ങളുണ്ടാക്കും ശൈത്താൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനൊക്കെ പരീക്ഷിച്ചതും അള്ളാഹുവിനോട് ചോദിച്ച സംഭവങ്ങളൊക്കെ നാം പഠിച്ചവരാണ്. അപ്പോൾ ആ സമയത്ത് ശൈത്താൻ്റെ ഷർറ് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നാം ഇത് ശ്രദ്ധിക്കണം. വാതിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് മഗ്രിബിൻ്റെ മുമ്പായി തന്നെ അടക്കുക. ജനലുകളെല്ലാം അടക്കുക. ആ സമയത്ത് തുറക്കരുത്. അത് പ്രത്യേക ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലുള്ള സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ നാലാമതായി
മഗ്രിബ് ഇശ നിസ്കാരം അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കണമെന്നുള്ളതാണ്. അത് നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. ചില ആൾ മഗ്രിബിന് ഇശയിലേക്ക് ബന്ധിച്ച് ഒന്നിച്ച് നിസ്കരിക്കുന്നവർ ശരിയല്ല. മഗ്രിബ് ഇശ കഴിവിൻ്റെ പരമാവധി വീട്ടിൽ പെൺമക്കളും ഉമ്മ മാത്രം ഉണ്ടെങ്കിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഇമാം ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. അത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്, നമ്മുടെ വിജയത്തിന് നല്ലതാണ്, നാം രക്ഷപ്പെടാൻ നല്ലതാണ്. മറ്റുള്ള നിസ്കാരം നിസ്കരിക്കേണ്ടത് അത് 2 നിസ്കരിച്ചാൽ പോരെ മതിയാന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ്, നമ്മുടെ വിഷയം മഗ്രിബ് ഇശ ആയതുകൊണ്ടാണ് മഗ്രിബ് ഇശാൻ്റെ മുമ്പ് എന്ന് പറഞ്ഞത്. അല്ലാത്ത സമയത്തുള്ള നിസ്കാരങ്ങളും ഗൗരവമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് നാം തീർച്ചയായും ഗൗരവത്തോടു കൂടി കാണണം. അതോടൊപ്പം നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാം ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ, അതല്ലെങ്കിൽ അവ്വൽ വക്തിൽ തന്നെ ഖളാ ആകാതെ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 5-ാമതായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, ഇബാദത്തുകളെ കൊണ്ട് മഗ്രിബിൻ്റെ ഇശാൻ്റെ സമയം ധന്യമാക്കുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും നല്ലതാണ് ദിക്റുകൾ. കാരണം നമ്മുടെ ചിന്ത തീർച്ചയായും ദുനിയാവുപരമായത് ആഖിറപരമായതായാൽ നമുക്ക് ഈ ലോകത്തും വിജയമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ വല്യമ്മ വല്യപ്പന്മാരൊക്കെ കണ്ണടക്ക വെക്കാതെ തന്നെ ഖുർആൻ ഓതിയിരുന്നു. എന്തുകൊണ്ട്? അവർ ഈ മഗ്രിബ് ഇശാൻ്റെ ഇടയിലുള്ള സമയം ദിക്റുകൾ, ഹദ്ദാദ് റാത്തീബുകൾ, മൗലൂദുകൾ, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദ്രീൻ, ഇത്തരത്തിലുള്ള ദീനിയായ അദ്കാറുകളിൽ അവർ അവരുടെ ജീവിതം അവർ ധന്യമാക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ വലിയ രോഗത്തിന് അവർക്ക് അല്ലാഹു വലിയ കാവൽ നൽകുമായിരുന്നു. നാം ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ രോഗികളാകുന്നു, അസ്വസ്ഥരാകുന്നു. എത്രയാളാണ് നമ്മിന്ന് മരണപ്പെട്ടു പോയത്. അള്ളാഹു മരിച്ചുപോയവർക്ക് എല്ലാവർക്കും അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. അവർക്കുള്ള ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിന് നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും ബർക്കത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മറ്റ് സമുദായത്തിൻ്റെ പ്രിയപ്പെട്ടവരെ മാതൃകയാകേണ്ടവരാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഷർറുകളെ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.